മുല്ലവള്ളിയും തേന്മാവും. റമദാനും ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അതുകൊണ്ടാണ് പാർട്ട് ഇത്രയും വൈകിപ്പോയത്. ഇനിയും അധികം വൈകിപ്പിക്കാതെ എല്ലാ പാർട്ടും പെട്ടെന്ന് തന്നു തീർക്കാം. അപ്പോൾ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്. അബി നേരെ പോയത് തൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. അവിടെ മാത്രമേ തനിക്കൊരാശ്രയമുള്ളൂ എന്നവന് നന്നായിട്ടറിയാം. നിമിഷ തന്നോട് ചെയ്ത ചതിയും നന്ദയോടിപ്പോൾ തനിക്ക് തോന്നുന്ന കലർപ്പില്ലാത്ത സ്നേഹവും അബി ഒരുപോലെ തൻ്റെ അമ്മയോട് പറഞ്ഞു. പക്ഷേ മകനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ആ അമ്മ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുകയാണ് ചെയ്തത്. നിമിഷയെ ഒരു കാലത്തും മായമ്മക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. നിമിഷ ഒരിക്കലും നിന്റെ ഒരു നല്ല ചോയ്സ് അല്ല എന്ന് പലവട്ടം ആ സ്ത്രീ തൻ്റെ മകനെ ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശങ്ങൾക്ക് ആക്കം കൂടിയത് അവൻ നന്ദയെ വിവാഹം ചെയ്തപ്പോഴാണ്. മായമ്മക്ക് അവളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പഞ്ഞിമിഠായി പോലെ ഒരു പെൺകുട്ടി, അതായിരുന്നു അവരുടെ കണ്ണിൽ നന്ദ. അബിയുടെ കൂടെ അവൻ്റെ വീട്ടിലുള്ള ആ 2 വർഷക്കാലത്ത് നന്ദയെ ആകെ സ്നേഹിച്ചിരുന്നത് ആ സ്ത്രീ മാത്രമായിരുന്നു. നന്ദക്കും തിരിച്ചങ്ങനെ തന്നെയായിരുന്നു. അവൾക്കും അബിയുടെ അമ്മയെ വലിയ കാര്യമായിരുന്നു. നിന്നോട് ഇതൊക്കെ 100 വട്ടം ഞാൻ പറഞ്ഞു തന്നതല്ലേ അബി? അന്നെല്ലാം അതൊക്കെ നിരസിച്ചു വിട്ടിട്ട് ഇപ്പോഴാണോ നിനക്ക് ബോധമുണ്ടായത്? മായമ്മ ദേഷ്യത്തോടെ അബിയോട് ചോദിച്ചു. പറ്റിപ്പോയി അമ്മ, അറിയാതെ സംഭവിച്ചു പോയി. അബിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെയായി. ഞാൻ ഇപ്പോൾ ഇനി എന്ത് വേണമെന്നാ നീ പറയുന്നേ? മകൻ്റെ ദയനീയാവസ്ഥ കണ്ട് ആ അമ്മ ചോദിച്ചു പോയി. എനിക്ക് നന്ദയെ വേണം അമ്മ. ഒരിക്കൽ അവളെ വേദനിപ്പിച്ചതിന് പകരം എനിക്ക് അവൾക്ക് സ്നേഹം നൽകി പ്രായശ്ചിത്തം ചെയ്യണം. അമ്മ പോയി വിളിക്കുമോ അവളെ? അമ്മ വിളിച്ചാൽ അവൾ വരും, അബി പതിയെ പറഞ്ഞു. പറ്റില്ല അബി, അതിനെ പറ്റാവുന്നിടത്തോളം അപമാനിച്ചു. വേണ്ടെന്ന് വെച്ചത് അല്ലേ നീ? ഇനിയും അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, മായമ്മ തീർത്തു പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം അബി അവരുടെ കാൽക്കലേക്ക് ഇരുന്നിരുന്നു. അവൻ്റെ ചൂട് കണ്ണുനീർ കൊണ്ട് ആ അമ്മയുടെ പാദം കുതിർന്നു. പ്ലീസ് അമ്മ, എനിക്ക് വേണ്ടി അത് ചെയ്യണം. എനിക്ക് അവളില്ലാതെ വയ്യ അമ്മ. ഞാൻ ഈ ഒരു തെറ്റല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ശരികേട് ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നന്ദയോട് എനിക്ക് ഒരു ചാൻസ് കൂടെ തരാൻ പറ അമ്മ, അബി വിതുമ്പി. ആ അമ്മയോട് കെഞ്ചി. സ്വന്തം മോനല്ലേ ആ കാൽക്കീഴിൽ കിടന്ന് കരയുന്നത്. ആ അമ്മയുടെ ഉള്ളും ഒന്ന് പിടഞ്ഞുപോയി. ഒടുവിൽ ഒട്ടും മനസ്സില്ലാതെയാണ് അവർ നന്ദയെ കാണാൻ പോയതും. പുറത്തെ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ നിമിഷയാണ് ആ വാതിൽ തുറന്നു കൊടുക്കാൻ പോയത്. അവൾ അന്നേരം ചോറ് വാർക്കുകയായിരുന്നു. കരിയും പുകയും കൊണ്ട് നിമിഷക്കാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നന്ദക്കൊച്ചമ്മയുടെ ഭരണമല്ലേ, അധികകാലം നീ ഇവിടെ വാഴില്ലടി, നിമിഷ മനസ്സിലോർത്തു. ആ ചിന്തകളോടെ വാതിൽ തുറന്നപ്പോൾ മുമ്പിൽ കാണുന്നത് മായമ്മയെയാണ്. നിമിഷ അവരെ കണ്ട വഴിയെ ഒന്ന് വിളറി ചിരിച്ചു. നിമിഷക്ക് അബിയുടെ അമ്മയെ കണ്ണിന് നേരെ കണ്ടൂടാ എങ്കിലും ഇതേപോലെ ഇടയ്ക്ക് നേരിടേണ്ട അവസരങ്ങളിൽ പാലും തേനും ഒരുമിച്ചൊഴുക്കിയാണ് അവൾ മായമ്മയോട് സംസാരിക്കാറുള്ളത്. പക്ഷെ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നൊക്കെ പറയുന്ന പോലെ നിമിഷയിൽ കാണുന്ന ആ ഓവർ വിനയവും എളിമയും എല്ലാം അവളുടെ അഭിനയമാണെന്ന് ആ സ്ത്രീക്ക് നല്ലതുപോലെ ഉറപ്പുണ്ട്. അമ്മ, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്നേ? വാ ഇരിക്കമ്മേ. അങ്ങനെയൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പതപ്പിച്ചെങ്കിലും ഈ തള്ളയെപ്പോൾ എന്തിനാ കെട്ടിയെടുത്തിരിക്കുന്നേ എന്നൊരു ചിന്തയോടെയാണ് നിമിഷ അവരെ അകത്തോട്ട് വിളിച്ചത്. മായമ്മ അവൾക്ക് ഒന്ന് ചിരിച്ചുപോലും കൊടുക്കാതെ അകത്തേക്ക് കയറി. നന്ദ എവിടെ? ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് മായമ്മ നിമിഷയോട് ചോദിച്ചു. ഇവർക്കിപ്പോൾ എന്തിനാണ് അവളെ? മനസ്സിലോർത്തുകൊണ്ട് നിമിഷ മായമ്മയോട് എന്തോ ചോദിക്കാൻ തുടങ്ങവേ മുകളിൽ നിന്നും നന്ദ ഇറങ്ങി വന്നിരുന്നു. മായമ്മേ, നന്ദ പതിയെ വിളിച്ചു. അവളുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മായമ്മ കൈകൾ രണ്ടും വിടർത്തി പിടിച്ചുകൊണ്ട് കണ്ണുകൾ കൊണ്ട് അവളോട് ഇങ്ങ് ഓടി വരാൻ പറഞ്ഞു. നന്ദ ഓടിപ്പിടഞ്ഞ് ഇങ്ങ് വന്നുകൊണ്ട് അവരുടെ നെഞ്ചിൽ വീണ് കരഞ്ഞു. മായമ്മ അവളുടെ മുടിയിൽ തഴുകി പതിയെ ആശ്വസിപ്പിച്ചു. ആ കാഴ്ച കണ്ട് നിമിഷക്ക് എരിഞ്ഞങ്ങ് കയറിയെങ്കിലും അവൾ ഉള്ളിലെ അമർഷം കടിച്ചമർത്തി നിന്നുപോയി. അതേ നിമിഷമാണ് ഒരാഴ്ച മുമ്പേ പോയ ഒരുത്തൻ്റെ ജീപ്പ് ആ മുറ്റത്തേക്ക് ഇരച്ചു കയറിയത്. നന്ദയുടെ കണ്ണുകൾ ഒന്ന് തുടിച്ചു. അവൾ എത്തി വലിഞ്ഞ് മുറ്റത്തേക്കൊന്ന് നോക്കി. അതിൽ നിന്നും ഇറങ്ങുന്ന ഡേവിഡിനെ കാണെ എവിടെ നിന്നൊക്കെയോ ഉള്ളിൽ സന്തോഷം വന്ന് നിറയുന്നത് നന്ദ അറിഞ്ഞു. ഇന്ന് രാവിലെ നന്ദയാണ് അവന് മെസ്സേജ് അയച്ചത്. ഒന്നിങ്ങ് വാ ഡേവിഡെ,
എന്ന് മാത്രം അവൾ മെസ്സേജ് അയച്ചപ്പോൾ നിമിഷങ്ങൾക്കുള്ളിലാണ് അവൻ്റെ മറുപടി മെസ്സേജ് വന്നത്. എന്താ നന്ദേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ആ മെസ്സേജ് അയച്ചതിനൊപ്പം അവൻ വിളിക്കുകയും ചെയ്തെങ്കിലും നന്ദ ആ ഫോൺ എടുത്തില്ല. പകരം ഒരു മെസ്സേജ് കൂടെ ഇട്ടു, ഇവിടെ ഒരു പ്രശ്നവുമില്ലെന്ന്. ഇപ്പോൾ ഞാൻ വിളിച്ചത് എനിക്ക് കുരിശിങ്കലെ ഡേവിഡിനെ കണ്ണിറയെ ഒന്ന് കാണാനാണെന്ന്. ആ മെസ്സേജ് വായിച്ച് അവൻ മറുപടി ഒന്നും തന്നില്ലെങ്കിലും ഡേവിഡിൻ്റെ മുഖത്ത് അന്നേരം തെളിഞ്ഞ ചിരി നന്ദക്ക് അകക്കണ്ണിൽ കാണാമായിരുന്നു. അകത്തേക്ക് കയറി വന്ന ഡേവിഡ് ആദ്യം നോക്കിയത് നന്ദയെയാണ്. ചുവന്നു വെങ്ങിയ അവളുടെ മുഖം കാണെ ഡേവിഡിൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി മിന്നി. പക്ഷെ ആ ചിരി മാഞ്ഞു പോവാൻ നിമിഷങ്ങൾ മതിയായിരുന്നു. അവൻ തൊട്ടടുത്ത് നിൽക്കുന്ന മായമ്മയെ അന്നേരമാണ് ശ്രദ്ധിക്കുന്നത്. പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ അല്പസ്വല്പം ഉണ്ടെങ്കിലും ഡേവിഡ് പെട്ടെന്ന് മായമ്മയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഡേവിഡ് അല്ലേ? മായമ്മ ചിരിയോടെ ചോദിച്ചു. അതെ, ഡേവിഡ് പതിയെ മൂളി. അഭിയും താനും സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി വെക്കുന്ന തല്ലുകളെല്ലാം ഒത്തുതീർപ്പാക്കാൻ ആദ്യം വന്നിരുന്നത് മായമ്മയായിരുന്നു എന്നവൻ ഓർത്തു. അഭിയുടെ അച്ഛൻ അവനെപ്പോലെ തന്നെ ഒരു ഒറ്റബുദ്ധിക്കാരനായിരുന്നു. പക്ഷെ മായമ്മ അങ്ങനെ ആയിരുന്നില്ല. അവർ തന്നെയും അഭിയെയും ഒരുപോലെ നല്ലത് പറഞ്ഞു തന്ന് തിരുത്തുമായിരുന്നു. അന്നേ ഡേവിഡിന് അവരോട് ബഹുമാനമാണ്. അതിപ്പോഴും ഉണ്ട്. മായമ്മ നന്ദയെ വിട്ട് മുമ്പോട്ട് കയറി വന്നു. ഡേവിഡിൻ്റെ നെറുകയിൽ പതിയൊന്ന് തലോടി. വലിയ ആളായിപ്പോയല്ലോ. അല്ലെങ്കിലും നീ അങ്ങനെ ഒന്നുമല്ലാതായി തീരില്ല എന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു, മായമ്മ ചിരിയോടെ പറഞ്ഞു. മറുപടിയായി ഡേവിഡ് വിജയത്തിൽ പൊതിഞ്ഞ ഒരു ചിരി ചിരിച്ചു. മായമ്മ ഇരിക്ക്, നന്ദ അവരോടായി പറഞ്ഞു. വേണ്ട, ഞാൻ പോവുകയാണ്, കൂടെ നീയും വരണം. മായമ്മ നന്ദയെ നോക്കി അത് പറയവേ നന്ദയും നിമിഷയും ഡേവിഡുമെല്ലാം ഒരുപോലെ ഞെട്ടിപ്പോയി. എങ്ങോട്ട്? നന്ദ പതിയെ ചോദിച്ചു. തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ വരണം, എൻ്റെ മരുമകളായി, അഭിയുടെ ഭാര്യയായി. മായമ്മ അത് പറയുമ്പോൾ നിമിഷക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അമ്മ എന്തൊക്കെയായി പറയുന്നേ? നന്ദ എന്തെങ്കിലും ചോദിക്കും മുമ്പേ നിമിഷ ഇടയിൽ കയറി ചോദിച്ചു. പൊടുന്നനെ മായമ്മ നിമിഷയെ ഒന്ന് ഇരുത്തിയൊന്ന് നോക്കി. ആ നോട്ടത്തിൽ തന്നെ നിമിഷ പതറിപ്പോയി. ഒറ്റ വാക്കിൽ ഉത്തരം ഒതുക്കാം നിമിഷേ, അഭിക്ക് നിന്നെ ഇനി വേണ്ട. അവൻ്റെ ഉള്ളിൽ നിറയെ ഇപ്പോൾ നന്ദയാണ്. അവന് വേണ്ടിയാണ് ഞാൻ ഇങ്ങ് വന്നത്, എൻ്റെ നന്ദയെ കൂട്ടിക്കൊണ്ടുപോവാൻ. മായമ്മ പറഞ്ഞു നിർത്തവേ നന്ദ ഞെട്ടിപ്പോയി. നിമിഷ നിശബ്ദയായി. നന്ദേ, നീ എൻ്റെ ഒപ്പം വരില്ലേ? മായമ്മ ചോദിച്ചു. മറുപടി പറയാതെ നന്ദ പതിയെ തിരിഞ്ഞുകൊണ്ട് ഡേവിഡിനെ നോക്കി. ഡേവിഡ് കല്ലുപോലെ നിൽപ്പാണ്, ഒന്നും മിണ്ടുന്നില്ല. നന്ദ തന്നെ നോക്കി നിൽക്കുന്നത് അറിയേ ഡേവിഡ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞൊടിയിടയിൽ ആ ജീപ്പും കൊണ്ട് പാഞ്ഞു പോകുന്നവനെ കാണി നന്ദയുടെ ഉള്ളിൽ പരിഭവം മുട്ടിട്ടു. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മായമ്മക്ക് നേരെ തിരിഞ്ഞു. ഞാൻ വരില്ല മായമ്മേ, നന്ദ പതിയെ പറഞ്ഞു. മായമ്മയുടെ മുഖം ആ പറച്ചിലിൽ മങ്ങി. നിമിഷയുടെ മുഖം തെളിയുകയും ചെയ്തു. എന്താ നന്ദേ നീ അങ്ങനെ പറഞ്ഞത്? നീ അഭിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം കുട്ടി, മായമ്മ ചോദിച്ചു. ശരിയാ, ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ അഭിമന്യുമില്ല, ഒരിക്കലും ഇനി ഉണ്ടാവാനും പോകുന്നില്ല. എൻ്റെ അമ്മയുടെ മരണശേഷം ഞാൻ അമ്മയെന്ന് വിളിച്ചത് മായമ്മയെയാണ്. ആ ഇഷ്ടം എനിക്ക് എപ്പോഴും മായമ്മയോടുണ്ടാവും. പക്ഷെ അഭിമന്യുവിന് ഇനി എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല, നന്ദ ഉറച്ച സ്വരത്തോടെ പറയവേ ആ അമ്മക്ക് എന്തു പറഞ്ഞ് അവളെ തിരുത്തണം എന്നറിവില്ലായിരുന്നു. പുറത്തെ കോളിംഗ് ബെൽ നിർത്താതെ ശബ്ദിക്കുന്നത് കേട്ടപ്പോഴാണ് ജെറി ആ വാതിൽ തുറക്കാൻ വന്നത്. വാതിൽ തുറന്നപ്പോൾ ദേ നിൽക്കുന്നു കാവടി തുള്ളിപ്പോയ ഡേവിഡ്. പോകുമ്പോൾ ഉള്ള സന്തോഷമൊന്നും ഇപ്പോൾ ആ മുഖത്തില്ല എന്ന് ജെറി ഓർത്തു. എന്നതാ ചായ, എന്നെ പറ്റി? നന്ദ ചേച്ചി കണ്ടില്ലേ? ജെറി എടുത്തു ചോദിച്ചു. നിന്റെ അച്ഛൻ പറ്റൂ, മാറട അങ്ങോട്ട്, അവൻ്റെ ഒരു നന്ദേച്ചി. ചവിട്ടിത്തുള്ളി ഡേവിഡ് മുകളിലോട്ട് കയറിപ്പോയി. കർത്താവേ, ഇതിപ്പോൾ എന്താ കഥ എന്നൊരു ഭാവത്തോടെ ജെറി അവനെ നോക്കി നിൽക്കുകയും ചെയ്തു. ഡേവിഡ് അങ്ങ് കയറിപ്പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ പാടെ വേറെ ഒരാൾ അതാ ഓട്ടോയും പിടിച്ച് കയറി വരുന്നു. അളകനന്ദ. ജെറി എന്താ ഏതാ എന്നൊക്കെ ചോദിച്ചിട്ട് അവളും മറുപടിയൊന്നും കൊടുത്തില്ല. ഡേവിഡ് എന്തിയെ എന്നും ചോദിച്ച് നന്ദയും പാഞ്ഞങ്ങ് കയറിപ്പോയി മുകളിലോട്ട്. കർത്താവേ, രണ്ടിനും നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ വാതിൽ ചേർത്തങ്ങടച്ചു. തുടരും സൂര്യകാന്തി. കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.